മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. Letter to Colossians chapter 3 verse 23. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. ജോലികൾ ചെയ്യുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏദൻ തോട്ടം പരിപാലിക്കുവാൻ ആദ്യ മനുഷ്യനെ ദൈവം ചുമതലപ്പെടുത്തി. എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സംതൃപ്തി ലഭിക്കുന്നു. ജോലിയിൽ ഏകാഗ്രത പാലിച്ച് അതിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന മാനസിക സംതൃപ്തി നമ്മെ മാനസികമായി ഉയർത്തും. സകല ജോലിയും ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാം. കർത്താവ് കാണുന്നെന്ന ബോധ്യത്തോടുകൂടി ജോലി ചെയ്താൽ ആത്മീയമായും ശാരീരികമായും ധനപരമായും ഉയർച്ച പ്രാപിക്കും. ഗ്രീസിലെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള പ്രതിമ ഒരു ശില്പി നിർമ്മിക്കുകയായിരുന്നു. സാധാരണ ശില്പികൾ മനുഷ്യർ കാണുന്ന മുൻവശം ഭംഗിയാക്കുകയും പിൻവശം പരുക്കനായി വിട്ടേക്കുകയുമായിരുന്നു പതിവ്. അതിന് വിപരീതമായി പിൻവശം കൂടെ ഭംഗിയാക്കുവാൻ ശ്രമവും സമയവും നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിൻവശം മനുഷ്യർ കാണുന്നില്ലായിരിക്കാം, എന്നാൽ ദൈവം കാണുന്നുണ്ട് എന്നായിരുന്നു മറുപടി. കർത്താവ് കാണുന്ന വിശ്വാസത്തിലും ഓർമ്മയിലും നമ്മുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ശ്രമിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകും. നമ്മുടെ ജോലി രംഗം നമ്മുടെ ആത്മീയ സ്വഭാവത്തിന് ശരിയായ പ്രതിഫലന സ്ഥാനമാണ്. നമ്മുടെ ജോലി ദൈവത്തോടുകൂടി ചെയ്താൽ ആത്മീയമായി സന്തോഷിക്കുവാൻ സാധിക്കും. ഞാൻ ദൈവത്തോട് ചേർന്ന് ഈ ജോലി ചെയ്യുന്നെന്ന ബോധ്യമുണ്ടായാൽ വിജയിച്ചു. ദൈവസാന്നിധ്യ ബോധത്തിലും സ്മരണയിലും നമ്മുടെ ജോലികൾ ചെയ്യുവാൻ സാധിച്ചാൽ നമ്മൾ വിജയിക്കും. ഇന്നത്തെ എല്ലാ ജോലിയും ഈ ഓർമ്മയിൽ ചെയ്യുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കും. ദൈവത്തോട് ചേർന്ന് ആണ് ക്രൈസ്തവൻ അധ്വാനിക്കേണ്ടത്. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.